എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വേനൽക്കാലത്ത് ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ നടുന്ന മെത്തേഡിനെ കുറിച്ചാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2 അടി നീളവും വീതിയും ആഴമുള്ള ഒരു കുഴിയെടുക്കാം. അതിലേക്ക് തൊണ്ട് മലർത്തി അടുക്കി കൊടുക്കാം. ഈർപ്പം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ തൊണ്ട് ഇങ്ങനെ മലർത്തി അടുക്കുന്നത്. തൊണ്ടിന് പുറത്തായി കുറച്ച് കരിയില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതും ഈർപ്പം നിലനിർത്താൻ സഹായിക്കും. അതിനുശേഷം നമുക്ക് ചകിരിച്ചോറും മേൽമണ്ണും വേപ്പുമണ്ണാക്കും കുറച്ച് സ്യൂഡോമോണാസ്, അതൊരു 40 ഗ്രാം സ്യൂഡോമോണാസും കൂടി മിക്സ് ചെയ്ത ഒരു മിക്സർ നമുക്ക് ആ കുഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. 1:1:1 എന്ന റേഷ്യോയിലാണ് ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തേക്കുന്നത്. ചകിരിച്ചോറ് വാഴയുടെ വേരോട്ടം സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് ആഡ് ചെയ്തേക്കുന്നത്. അതിനുശേഷം ബാക്കിയുള്ള മേൽമണ്ണ് ഉപയോഗിച്ച് കുഴി നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ടിഷ്യൂ കൾച്ചർ വാഴത്തൈ നമുക്ക് വേര് പൊട്ടാതെ കവറിൽ നിന്നും ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ തൈ നടുന്നതിന് വേണ്ടി നമ്മുടെ ഈ കുഴിയുടെ മധ്യഭാഗത്തായി ഒരു ചെറിയ കുഴിയെടുക്കാം. അതിലേക്ക് ഈ തൈ നമുക്ക് നടാവുന്നതാണ്. തൈ നമ്മൾ കുഴിയിൽ വച്ചിട്ട് നന്നായിട്ട് മണ്ണ് അടുപ്പിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കാര്യം ഇതിൻ്റെ വേരിൻ്റെ ഭാഗത്ത് എയർ നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഒന്ന് നനച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടി പ്രസ് ചെയ്ത് വേരുകൾക്കിടയിലെ എയർ പൂർണ്ണമായി പോയി എന്ന് ഉറപ്പുവരുത്താം. തൈ നട്ട ശേഷം കുറച്ചുകൂടി കരിയില കൊണ്ടുവന്ന് നമുക്ക് ഈ ചെടിയുടെ ചുറ്റിനുമായി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുഴി നന്നായിട്ട് നനച്ചു കൊടുക്കുക. നമ്മൾ ആ മലർത്തി അടുക്കിയേക്കുന്ന തൊണ്ടിൽ വരെ വെള്ളം എത്തണം. അത്രയ്ക്ക് നന്നായിട്ട് കുഴി നനച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ തണൽ കൊടുക്കാനാണ് പോകുന്നത്. അതിനായി കുറച്ച് ഓലത്തുമ്പ് വെട്ടിക്കൊണ്ട് വന്നിട്ട്, ഉണങ്ങിയതോ പച്ചയോ ആകാം, 3-4 ഓലത്തുമ്പ് വെട്ടിക്കൊണ്ട് വന്ന് നന്നായിട്ട് തണൽ കൊടുക്കണം. ഇത് ഏകദേശം 1 മാസത്തോളം ഈ ഓല അങ്ങനെ തന്നെ വെച്ചേക്കുക. തണൽ അത്രയും ദിവസം ഉണ്ടായിരിക്കണം. പുതുതായി 2 ഇലകൾ വരുന്നത് വരെ ഈ തണൽ മാറ്റാൻ പാടില്ല. 2 ഇല വന്നു കഴിയുമ്പോഴേക്കും വേരോട്ടം നന്നായിട്ട് ഉണ്ടായി കാണും. തൈ നട്ട് ആദ്യത്തെ 2 മാസം രാസവളങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ജൈവവളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് ചാണകത്തിൻ്റെ സ്ലറിയോ അതുപോലുള്ള എന്തെങ്കിലും ജൈവവളം ഡൈല്യൂട്ട് ചെയ്ത് ആഴ്ചയിലൊന്ന് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 2 മാസം കഴിഞ്ഞ് രാസവളങ്ങൾ റെക്കമെൻഡേഷൻ അനുസരിച്ച് പൂർണ്ണതോതിൽ നൽകി തുടങ്ങാവുന്നതാണ്. ആഴ്ചയിലൊരിക്കൽ 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തൈയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് തൈകൾ അഴുകിപ്പോകുന്നത് തടയാൻ വളരെ ഫലപ്രദമാണ്. ഈ കാണുന്ന വലുപ്പത്തിലേക്ക് തൈ വളർന്ന ശേഷം നമുക്ക് മറ്റ് വളങ്ങൾ പൂർണ്ണതോതിൽ കൊടുക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.